الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാനുള്ള സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നമ്മുടെ സഹോദരങ്ങൾ ക്രൈസ്തവർ പറയുന്നു. എന്നിട്ട് ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസ് ഈസാ നബിയുടെ ജന്മദിനമാണ്. ദൈവം ജനിക്കുന്ന പ്രശ്നമില്ല, കാരണം ദൈവം മരിക്കാത്ത ആളാണ്. മരിക്കുന്ന ആളും ജനിക്കുന്ന ആളും ദൈവമാവുകയില്ലല്ലോ. മരിക്കുക ജനിക്കുക എന്നൊക്കെ ഉള്ളത് സൃഷ്ടികൾക്ക് പറഞ്ഞതാണ്. ദൈവം എന്നത് ദൈവമാണ്. അപ്പോ ഏതാണ് സത്യം? ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ബൈബിളിൽ അതിന് യഹോവ എന്ന് പറയും. അറബി ബൈബിളിൽ അതിന് അള്ളാഹു എന്ന് പറയും. ദൈവം എന്നതിന് ഹൈന്ദവർ അറബി ഭാഷയിൽ പറയുന്നത് അള്ളാഹു എന്നാണ്. അപ്പോ പ്രപഞ്ച സൃഷ്ടാവിന് അള്ളാഹു എന്ന പേര് ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത, മണ്ഡപത്തിലും ശ്രീകോവിലും അൾത്താരയിലും പ്രതിഷ്ഠയിലും ഒതുങ്ങാത്ത പടച്ചോൻ. ആ പടച്ചോനെ പരിചയപ്പെടുത്താനാണ് ഈസാ നബി അലൈഹിസ്സലാം അടക്കം മുഹമ്മദ് നബി വരെയുള്ള ആദം നബി മുതലുള്ള എല്ലാ നബിമാരും വന്നത്. അവരെല്ലാവരും പറഞ്ഞത് പടച്ചോനെ ആരാധിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തുൻ മുസ്തഖീം. എന്റെ റബ്ബ് നിങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, അവനെ മാത്രം ആരാധിക്കുക. അതുകൊണ്ടാണ് ബൈബിളിൽ മത്തായിയിലെ 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വാചകമായി വന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. മർക്കോസിലെ 12-ാം അധ്യായത്തിൽ 29-30 വാചകങ്ങളിൽ പറയുന്നത്, ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഒരുവൻ തന്നെ. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന്. അപ്പോ കർത്താവ് ഒരുവനാണ്. അപ്പൊ യേശുവാണോ അതല്ല വേറെ ആരെങ്കിലും ആണോ? എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിന്നെ പടച്ചോനെ ആരാധിക്കുന്നവനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറയുന്നത്. അപ്പോ യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവം ജനിക്കുന്ന പ്രശ്നം ഇല്ല. യേശു ഈസാ നബി അലൈഹിസ്സലാം സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ജനിക്കുക എന്നത് പറയുന്നത്. അതുകൊണ്ടാണ് സൂറത്ത് മറിയമിൽ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വസ്സലാമു അലയ്യ യൗമ ഉലിദ്തു, ഞാൻ ജനിച്ച ദിവസം അല്ലാഹുവിന്റെ സമാധാനം എന്ന്. അപ്പോ ഈസാ നബി ജനിച്ച ദിവസം എന്നൊന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ ഉണ്ട്, അവർ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ ആണ് ഈസാ നബിന്റെ ഏറ്റവും അടുത്താളെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയുടെ ജന്മദിനം പറഞ്ഞില്ല, ആഘോഷിച്ചില്ല. 15-ാമത്തെ ആയത്തിൽ യഹ്യ അലൈഹിസ്സലാമിന്റെ ജന്മദിനം പറയുന്നുണ്ട്, വസ്സലാമുൻ അലൈഹി യൗമ ഉലിദ, അദ്ദേഹം ജനിച്ച ദിവസം അല്ലാഹുവിന്റെ സമാധാനം. എന്നിട്ട് ഈ ആയത്തൊന്നും കേട്ടിട്ട് ഒരു നബിക്കോ അല്ലെങ്കിൽ സത്യവിശ്വാസികളായ സഹാബിമാർക്കോ താബീകൾക്കോ ഖലീഫമാർക്കോ ഇമാമുകൾക്കോ ഒന്നും തന്നെ നബിദിനം ആഘോഷിക്കണം തോന്നുന്നില്ല. ഇതാണ്
വസ്തുതകൾ വ്യക്തമാണ്. അപ്പോൾ നാളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ചില ക്രിസ്ത്യാനികൾ ഈസാ നബിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ സമസ്ത സഹോദരന്മാരോട് ചോദിക്കണം, ഇത് തെറ്റോ ശരിയോ? ഈസാ നബിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് തെറ്റോ ശരിയോ? ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിലോ സുന്നത്തിലോ പറഞ്ഞിട്ടില്ല. നബിയും സഹാബത്തും ആഘോഷിച്ചിട്ടില്ല. അത് 300-ന് ശേഷം എന്താണെന്ന് പറയുന്നു. എന്നാൽ ഇത് ഖുർആനിൽ പറഞ്ഞതാണ്. അതൊരു വസ്തുതയുമാണ്, അത്ഭുത ജനനവുമാണ്. ഈസാ നബിയുടെ അത്ഭുതം എന്നത് ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസമയത്ത് സവാ തടാകം പറ്റി, അഗ്നികുണ്ഡം അതായി എന്നൊക്കെ പറഞ്ഞത് കഥകൾ മാത്രമാണ്. ഇത് കഥയല്ല, ഖുർആൻ. എന്നിട്ടും ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് തെറ്റോ ശരിയോ? അപ്പോ ഈസാ നബി ദൈവമാണെന്ന് പറയുന്നവർക്ക് ഒരിക്കലും തന്നെ ജന്മദിനം ആഘോഷിക്കാൻ കഴിയില്ല. കാരണം ദൈവം ജനിക്കുന്ന പ്രശ്നമില്ല. ഇനി ഈസാ നബി അലൈഹിസ്സലാം യേശുക്രിസ്തു ജനിച്ചതെന്തിനാ? അത് പറയുന്നുണ്ട് ഖുർആനിലെ സൂറത്ത് മറിയമിൽ നിന്ന് നമ്മൾ കേൾക്കും. എന്താണ്? നിസ്കാരം, സക്കാത്ത്, അതൊക്കെയാണ്. പിന്നെയോ ദഅവത്ത് ചെയ്യാനാണ്. വഹി കിട്ടുന്നത് ജനങ്ങളോട് പറയാനാണ്. അപ്പോ അങ്ങനെ ആണ്. എന്നാൽ നമ്മുടെ ക്രൈസ്തവര് പറയുന്നത് മനുഷ്യരെല്ലാവരും പാപികളാണ് എന്നാണ്. എന്താ പ്രശ്നം? എന്താ മനുഷ്യന്മാരെല്ലാവരും പാപികളാകാൻ കാരണം? അപ്പൊ ഇതിൽ നബിമാരും എല്ലാവരും ഉണ്ട്. അവരൊക്കെ എന്താ പാപം ചെയ്തത്? അവരൊന്നല്ല പാപം ചെയ്തത്. പിന്നാരാ? അത് ആദം നബി അലൈഹിസ്സലാമാണ്. അപ്പോ ആദം നബി അലൈഹിസ്സലാം എന്താ പാപം ചെയ്തത്? ഒരു വിലക്കപ്പെട്ട പഴം തിന്നു. ഒരു പഴം അദ്ദേഹം തിന്നാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പാപികളാകുന്ന എന്താ കാരണം? എന്താ പ്രശ്നം? ലോകത്ത് ഒരുപാട് കുറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആ കുറ്റത്തിന് വേറുള്ളതെന്താ കാരണം? അപ്പോ ബൈബിള് പറയുന്നത് അപ്പന്റെ അകൃത്യത്തിന് മകനെ ശിക്ഷിക്കാൻ പറ്റില്ല, മകന്റെ അകൃത്യത്തിന് ബാപ്പാനെ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് ബൈബിള് പറയുന്നത്. പിന്നെ എങ്ങനെ തോന്നുന്നു? എന്നിട്ട് എന്ത് ചെയ്തു? ആദം നബി അലൈഹി സ്വലാമാണ് തെറ്റ് ചെയ്തത്. അള്ളാഹു അരുളുന്നു, അള്ളാഹു മാപ്പ് നൽകി. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അല്ലാഹു തവ്വാബുർ റഹീമാണ്. ബഖറ 37-ാമത്തെ. അത് ആദം നബിക്ക് അള്ളാഹു തൗബയുടെ വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു, പശ്ചാത്താപിക്കാൻ പറഞ്ഞു, പശ്ചാത്തപിച്ചു. അതവിടെ കഴിഞ്ഞു. അപ്പൊ ഇവരോട് ആര് പറഞ്ഞു ഇങ്ങനെ ആദം നബി ചെയ്ത പാപത്തിന്റെ ഇത് ആദം നബിന്റെ മക്കൾക്ക് കിട്ടിയെന്ന്? ആദം നബിന്റെ ഒരു മകൻ കൊന്നല്ലോ. ആ കൊന്നതിന്റെ പാപം നമുക്ക് എല്ലാവർക്കും കിട്ടിയോ? ഇല്ല. ഒരുപാട് തെറ്റുകൾ ലോകത്ത് സംഭവിച്ചല്ലോ, അതിന്റെ കുറ്റം കിട്ടിയോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ ഒരു പടർന്നിന്റെ കുറ്റം മാത്രം? എന്ത് പിന്നെ ചെയ്തത്? ആദം നബിയാണ് തെറ്റ് ചെയ്തത് അലൈഹിസ്സലാം. എങ്കിൽ അതിന് ഈസാ നബിനെ എങ്ങനെ ശിക്ഷിക്കൽ? അത് ദൈവത്തെ എങ്ങനെ ശിക്ഷിക്കൽ? ദൈവത്തെ ദൈവം തന്നെ ശിക്ഷിക്കുക. അതെങ്ങനെ പരിഹാരം ആകലും? ഇതെന്താണ് നീതി? ഒരു ചെറിയ പഴം തിന്നിട്ട് അതിന് പകരം ഒരാളെ കൊല്ലേ? അങ്ങനെ ലോകത്ത് ആരെങ്കിലും ചെയ്താൽ ആരെങ്കിലും സംഭവിക്കുമോ? ഏതെങ്കിലും കോടതിയോ മനുഷ്യനോ മനുഷ്യത്വമോ അംഗീകരിക്കുമോ? ഇല്ല. അപ്പൊ എന്താണ് പ്രശ്നം? ഇതൊന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞതല്ല. ഇതൊന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞതല്ല. പിന്നെയോ ഇത് അവർ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന് യേശുവിനെ കൊല്ലുന്ന പ്രശ്നമേ ഇല്ല. അൻആം 64-ൽ പറഞ്ഞ പോലെ ഒരാളുടെ പാപത്തിന്റെ ഭാരം മറ്റൊരാൾ ചുമക്കുകയില്ല. ഇസ്രാ 15-ൽ പറഞ്ഞു, ഫാത്തിർ 18-ൽ പറഞ്ഞു. അല്ലാഹു അക്ബർ. സൂറത്തുൽ നജ്മിൽ 37, 38, 39 ആയത്തുകളിൽ പറഞ്ഞു, ഉറപ്പായിട്ടും പറഞ്ഞു. അതുകൊണ്ട് അതിനെ ഈസാ നബിനെ കൊല്ലുക എന്നുള്ളത് ശരിയല്ല. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അത് കാരണം അത് തെറ്റാണ്. അതാണ് പടച്ചോൻ പറഞ്ഞത്. നിസ്സാ 187, 188.
എന്താ ഇല്ല, അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല. ഇല്ല, അവരദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല. കേട്ടോ, ഉറപ്പായിട്ടും ക്രൂശിച്ചിട്ടില്ല. അവങ്കിലേക്ക് അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുകയാണുണ്ടായത്. ഇതാണ് സംഭവം. അങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്. ഇനി ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത് ദജ്ജാലിനെ കൊല്ലും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇതാണ് വസ്തുത. അള്ളാഹുവിന്റെ അടിമകളായ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ശിർക്ക് ചെയ്യുകയാണ്. പുതിയ ചെറുപ്പക്കാര്, പുതുതായി പ്രായമാക്കിയ ആൾക്കാർ യേശുവിനെ കർത്താവെ എന്ന് വിളിക്കുകയാണ്. നമ്മൾ പറയാം കർത്താവായിട്ട് ഒരാളുണ്ടല്ലോ, ഞാൻ തന്നെ യഹോവ, ആ കർത്താവിനെയാണ് അധികം പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത്. പടച്ചോനെ എന്ന് പറയുന്നത് ഒന്ന് കുറച്ചിട്ട് എന്ന് പറയാം. അപ്പോ ഈസാ നബി മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരമായി മരിച്ചു എന്ന് പറയുന്ന പോലെ, പാപമൊക്കെ യേശു ഏറ്റെടുത്തു എന്ന് പറയുന്ന പോലെ, യേശുവിൽ വിശ്വസിച്ചതൊക്കെ വിധി എന്ന് പറയുന്ന പോലെ, നമ്മുടെ മഹീശേഖനെ കുറിച്ചും പറയുന്ന എന്റെ മൊഴിയിലാറ് നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവാം. അപ്പോ മഹീശേഖന്റെ ശിഷ്യനായാൽ നല്ലവനായിട്ട് അദ്ദേഹം ഉള്ളതുകൊണ്ട് എന്റെ മൊഴിയിലാറ് നരകത്തിൽ നിന്ന് നരകത്തെ കാക്കും മകൾക്ക് പറഞ്ഞു. അപ്പൊ നരകത്തിലില്ല ശിഷ്യനായാൽ. ഇതന്നെയാണ് ക്രൈസ്തവരുടെ ആ വിശ്വാസത്തിന്റെ ആണിക്കൽ. ഈ ശിൽപ്പിൽ നിന്നും ഈ അനാചാരത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തേണ്ട നമ്മൾ അതിനുവേണ്ടി കാര്യമായി മെനക്കെടണം, അതിനുവേണ്ടി സമയം ചെലവാക്കണം. ഉള്ള സമയത്തിന്റെ അല്ലാത്ത സമയം ഒട്ടിട്ട് ചെലവാക്കണം. എന്നിട്ട് എല്ലാവരെയും ശിൽപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതോടൊപ്പം നമ്മൾ നമ്മുടേതായ എല്ലാ അമലുകളും വിവാദത്തുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാഹുവേ അനുഗ്രഹിക്കണം. എല്ലാ അമലുകളും വിവാദത്തും ചെയ്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബേ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാം ശിഫ നൽകണം റബ്ബേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. പടച്ചവനെ പാപങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണം. ആകാശഭൂമികൾ തകർന്ന് തരിപ്പണമാകുമാറ്, പർവ്വതങ്ങൾ പൊട്ടുമാറ്, ഭൂമി പളരുമാറും ഉള്ള ഈ ശിർക്കിൽ നിന്നാണ് പടച്ചവനെ ലോകത്തെ എല്ലാവരെയും രക്ഷിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.